ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി ഇന്ന് 22,500 ലെവലിനെ പിന്നിലാക്കിക്കൊണ്ട് 22,800 എന്ന അടുത്ത ലെവലിലേക്ക് അതിൻ്റെ മുകളിലേക്ക് നിലയുറപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളിന്ന് കണ്ടത്. ഇപ്പോൾ മാർക്കറ്റിലെ മൊത്തം ബ്രെഡ്ത്ത് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ 68% സ്റ്റോക്കുകളും മുന്നോട്ട് പോയതായിട്ട് കാണാം. 29 സ്റ്റോക്കുകൾ മാത്രമേ ഡിക്ലൈൻ ആയിട്ടുള്ളൂ. ഇപ്പോൾ കൂടുതൽ സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്യാൻ കാരണം കൂടുതൽ മൈക്രോ ക്യാപ്പ് അതുപോലെ സ്മോൾ ക്യാപ്പ് സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകളിൽ നല്ല ബൈങ് നടന്നുകൊണ്ടാണ്. അത് നമുക്കിവിടെ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ കാണുകയും സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും ഏകദേശം 3% വമ്പിച്ച ഒരു അപ്സൈഡ് മൂവാണ് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ എല്ലാ സെക്ടോറൽ ഇൻഡെക്സുകളും ഒരു നല്ല ബൈങ് മോഡിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് തന്നെ സൂചിപ്പിക്കുന്നത് നമ്മളൊരു ഗ്രീഡി സോണിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള മാർക്കറ്റിൻ്റെ ഈ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ യഥാർത്ഥത്തിൽ അതിനുണ്ട്. ഇപ്പോൾ ഡൊമസ്റ്റിക് എക്കണോമിക് ഇൻഡിക്കേറ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലതും നമ്മുടെ മാർക്കറ്റിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് പോസിറ്റീവ് ആകാൻ കുറേ കാരണങ്ങളുണ്ട്. ഇപ്പോൾ GDP ഗ്രോത്ത് 6.2% എന്ന് പറയുന്നത് ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഫിഗറാണ് കഴിഞ്ഞ മാസം വന്നിട്ടുള്ളത്. അതുപോലെ IIP ഡാറ്റ, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ 5.1% അപ്സൈഡ് പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ മൊത്തത്തിലുള്ള ടാക്സ് കളക്ഷൻ 16% ഇൻക്രീസ് ആയതായിട്ടാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. ഇത് കൂടാതെ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് അത് കുറഞ്ഞു വരുന്നതായിട്ടും ഡാറ്റകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ മാസം വന്നിട്ടുള്ള CPI ഇൻഫ്ലേഷൻ ഡാറ്റയാണ്. അത് 3.6 എന്നുള്ള 4 താഴെ ഒരു കംഫർട്ടബിൾ ലെവലിൽ വന്നു എന്നുള്ളതാണ് ഏറ്റവും അനുകൂലമായിട്ട് ഘടകമായിട്ട് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ള മാക്രോ ട്രെൻഡുകളെല്ലാം പോസിറ്റീവാണ്. അപ്പോൾ ഈ ഒരു പോസിറ്റിവിറ്റിയാണ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതുകൂടാതെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഗ്ലോബൽ ഫണ്ടുകൾ ഹെവി ആയിട്ട് സെല്ല് ചെയ്യുമ്പോഴും നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് അതിനെ നന്നായി പ്രതിരോധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഡാറ്റ തന്നെ സൂചിപ്പിക്കുന്നത് അവിടെ നല്ല തോതിലുള്ള ഒരു ബൈങ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. കാരണം 4,400 കോടിയോളം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്തപ്പോൾ 6,000 കോടിയാണ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ശക്തമായ പ്രതിരോധം തീർക്കുന്നുണ്ട്. കാരണം നല്ല തോതിലുള്ള ക്യാഷ് ബാലൻസ്, ക്യാഷ് ഹോൾഡിങ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കയ്യിൽ വെച്ചിരിക്കുന്നുണ്ട്. കാരണം മ്യൂച്വൽ ഫണ്ട് വഴി വരുന്ന ശക്തമായ ഒഴുക്ക് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളും വലിയ തോതിലുള്ള ക്യാഷ് ഹോൾഡിങ്ങുമായിട്ട് ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങിന് ആനുപാതികമായിട്ട് വാങ്ങാൻ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആ ഒരു ബൈങ് പവർ നിലവിൽ ഉണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ മൊത്തത്തിൽ ഡൊമസ്റ്റിക് സിഗ്നൽസ് ഒക്കെ വളരെ പോസിറ്റീവും അനുകൂലവും സ്ട്രോങ്ങും ആണെങ്കിലും പുറത്തു നിന്നുള്ള അഥവാ US ട്രേഡ് വാർ, അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻഫ്ലോ ചൈനയിലേക്ക് പോകുന്നത്, അതുപോലെ നമ്മുടെ റൂപ്പിയുടെ വീക്ക്നെസ്, ഇതെല്ലാം ഇപ്പോഴും ഒരു ചാലഞ്ചായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് നമ്മുടെ മാർക്കറ്റിൽ ശക്തമായൊരു ബുൾ റാലി വരാത്തത്. അപ്പോൾ നിലവിൽ ഈ ആഴ്ച ഇപ്പോൾ ഈ ആഴ്ചയിൽ അവസാനം നമുക്ക് ഈ US ഫെഡ് റിസർവിൻ്റെ കമൻട്രി വരാൻ പോവുകയാണ്. ഇപ്പോൾ ജെറോം പവൽ എന്ത് ഡിസിഷൻ എടുക്കും, ഫെഡ് റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അനിശ്ചിതത്വം നിലവിലുണ്ട്. അപ്പോൾ ഈ അനിശ്ചിതത്വം നിലനിൽക്കാനുള്ള ഒന്നാമത്തെ കാരണം ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ട്രേഡ് വാറുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു അനിശ്ചിതത്വത്തിനിടയിൽ ഫെഡ് റിസർവിൻ്റെ ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട് ഡിസിഷൻ എടുക്കുവാൻ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലോബൽ അനിശ്ചിതത്വം ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു അപ്സൈഡ് മൂവ് എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുമെന്ന് നമുക്ക് നിലവിൽ പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കോഷൻ നമ്മൾ മാർക്കറ്റിൽ വെച്ച് പുലർത്തേണ്ടതും ആവശ്യമാണ്. കാരണം ഈ ഒരു ലെവലിൽ നിന്ന് ഇപ്പോൾ 22,500, 22,800 ഈ ഒരു ലെവലിൽ നിഫ്റ്റി റേഞ്ച് ബൗണ്ട് ആവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നിലവിലുള്ള ഈ ഒരു റേഞ്ചിൽ നിന്ന് വലിയൊരു ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ വലിയൊരു ബ്രേക്ക് ഡൗണോ ഉണ്ടാവില്ല എന്ന് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. തീർച്ചയായും നമുക്കത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിലെ ഒരു ഡൗൺ ട്രെൻഡ് ആരംഭിക്കുന്നത് 2024 സെപ്റ്റംബർ അവസാനത്തെ വീക്കിനോട് അനുബന്ധിച്ചാണ്. ആ സമയം മുതലാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് ആരംഭിച്ചത്. അപ്പോൾ ശക്തമായ സെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മാർക്കറ്റ് വലിയ തോതിൽ ഡൗൺ ട്രെൻഡ് ആവാനുള്ള കാരണം. ഇപ്പോൾ മൊത്തത്തിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഏകദേശം കഴിഞ്ഞ 6 മാസം നമ്മുടെ മാർക്കറ്റ് അണ്ടർ പെർഫോം ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ ഒരു കാലയളവിൽ പല സെക്ടറുകളും നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ആ ഒരു ഇൻഡെക്സ് വാല്യൂ നമ്മൾ പരിശോധിച്ചാൽ വലിയ തോതിൽ താഴോട്ടേക്ക് വന്നതായിട്ട് കാണാം. എന്നാൽ സെക്ടറുകൾ താഴോട്ടേക്ക് വന്നാലും ആ സെക്ടറിൽ ഉൾപ്പെട്ട പല സ്റ്റോക്കുകളും ആ രീതിയിൽ വലിയ തോതിൽ താഴോട്ടേക്ക് വന്നിട്ടില്ല. ചില സ്റ്റോക്കുകൾ ഈ സെക്ടർ ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വന്ന
സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഈ സ്റ്റോക്കുകളൊന്നും ഒരു ഭയങ്കര റെക്കമെൻഡേഷൻ അല്ല, കാരണം ഈ സ്റ്റോക്കുകൾ പലതും ഹൈ പിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് ഈ സ്റ്റോക്കുകൾക്ക് ശക്തമായ ഒരു പ്രതിരോധം തീർക്കാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കഴിഞ്ഞ 6 മാസം ഇത്രമാത്രം നമ്മുടെ മാർക്കറ്റ് അണ്ടർ പെർഫോമിങ്ങും സ്ലോ ഡൗണും ഡൗൺ ട്രെൻഡും ഒക്കെ ആയിട്ടും ഈ സ്റ്റോക്കുകളിൽ അത് പ്രതിഫലിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിലുള്ള സ്റ്റോക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ആദ്യം നോക്കുന്ന സെക്ടർ ബാങ്കിങ് സെക്ടറാണ്. കഴിഞ്ഞ 6 മാസം -6.5% ഒരു ഡൗൺ ആണ് ഇതിലുണ്ടായിട്ടുള്ളത്. പക്ഷേ അവിടെ നമുക്ക് കൊടാക് മഹീന്ദ്ര ബാങ്ക് നോക്കുകയാണെങ്കിൽ അത് 10.62% അപ്സൈഡ് മൂവ് പോയതായിട്ട് കാണാം. ഇപ്പോൾ അത് 2035 എന്നുള്ളൊരു പ്രൈസിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെ ഹൈ 2039 എന്ന 52 വീക്ക് ഹൈ ആയിരുന്നു ഉണ്ടായിരുന്നത്. കൂടാതെ ഇപ്പോഴും ഈ സ്റ്റോക്ക് ഒരു ഫെയർലി വാല്യൂഡ് പൊസിഷനിലാണ് നിൽക്കുന്നത്. കാരണം 3 ഇയർ മീഡിയം പി 21.6 ആണ്. സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ പി 20.6 ആണ്. അടുത്തൊരു സെക്ടർ നമ്മൾ കാണുന്നത് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ സർവീസ് സെഗ്മെൻ്റ് ആണ്. ഈ സെഗ്മെൻറ്റിൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് 1.47% ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിലും അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കായിട്ടുള്ള ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് ഇപ്പോഴും കഴിഞ്ഞ 6 മാസം 13.93% അപ്സൈഡാണ് പോയത്. ഇപ്പോൾ നിലവിൽ ബജാജ് ഫിനാൻസിൻ്റെ പ്രൈസ് നമ്മൾ കാണുന്നത് 8694 ആണ്. ഇതിൻ്റെ ഹൈ 8739 ആണ്. അപ്പോൾ ആ 52 വീക്ക് ഹൈയോട് അടുത്ത് നിൽക്കുകയാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ്. പക്ഷേ ഇപ്പോഴും 3 ഇയർ മീഡിയം പി 34.3 ആണ്. സ്റ്റോക്കിൻ്റെ പി ഇപ്പോഴും 33.7 ആണ്. അപ്പോൾ ഇതും ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള പൊസിഷനിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഇൻഡെക്സ് സെഗ്മെൻറ്റ് നമ്മൾ നോക്കുന്നത് ഓട്ടോ ഇൻഡെക്സ് ആണ്. നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ 6 മാസം 17.71% ഡൗൺ ആയിട്ടാണ്. ഇൻഡെക്സിലുള്ള ഒരു കമ്പോണൻ്റ് ആയിട്ടുള്ള ഐഷർ മോട്ടോഴ്സ് ആ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 5104 എന്ന പ്രൈസിലാണ്. അതായത് 5.25% ഒരു അപ്സൈഡ് മൂവ് കഴിഞ്ഞ 6 മാസം ഈ സ്റ്റോക്കിലുണ്ടായി. ഇപ്പോൾ ബെഞ്ച് മാർക്കിനെ തോൽപ്പിച്ച ഈ ഒരു സ്റ്റോക്ക് അതിൻ്റെ ഹൈ 5576 ആണ് 52 വീക്ക് ഹൈ. അപ്പോൾ അതിലേക്ക് ഇനിയും എത്തിയിട്ടില്ല. സ്റ്റോക്കിൻ്റെ പി ഇപ്പോൾ 31.6 ആണ്. 3 ഇയേഴ്സിൻ്റെ മീഡിയൻ പി 32.4 ആണ്. അപ്പോൾ ഇപ്പോൾ ഇതൊരു ഫെയർലി വാല്യൂഡ് ആയിട്ട് പൊസിഷനിലാണ് നമുക്ക് ഐഷർ മോട്ടോഴ്സും കാണാൻ കഴിയുന്നത്. അടുത്ത ഇൻഡെക്സ് നമ്മൾ നോക്കുന്നത് നിഫ്റ്റി FMCG ഇൻഡെക്സ് ആണ്. ഇത് വലിയ തോതിൽ താഴോട്ടേക്ക് പോയതാണ്. -18% താഴോട്ടേക്ക് പോയ ഇൻഡെക്സ് ആണ് FMCG ഇൻഡെക്സ്. എന്നാൽ FMCG ഇൻഡെക്സിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലെ ഒരു സ്റ്റോക്ക് പോലും പോസിറ്റീവിൽ 6 മാസം ക്ലോസ് ചെയ്തിട്ടില്ല എന്നും കാണാൻ കഴിയും. എന്നാൽ FMCGയുടെ ഇൻഡെക്സിന് പുറത്തുള്ള ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവന്തി ഫീഡ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് 35% ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്ത് മുന്നോട്ട് പോയതായിട്ട് കാണാം. ഇപ്പോൾ അതിൻ്റെ കറണ്ട് പ്രൈസ് 927 ആണ്. ഇതിൻ്റെ ഹൈ 941 ആണ്. അപ്പോൾ ആ ഒരു ഹൈയോട് അടുത്ത് തന്നെയാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിൻ്റെ പി ഇപ്പോൾ 26 ആണ്. മീഡിയം പി 20 ആണ്. അപ്പോൾ മീഡിയം പിയേക്കാൾ ഹൈ ആയിട്ട് ഈ സ്റ്റോക്ക് പോയിട്ടുണ്ട്. ഓവർ വാല്യൂഡ് പൊസിഷനിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ കാണുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് നിഫ്റ്റി IT ഇൻഡെക്സ് ആണ്. ഇത് -13% താഴോട്ടേക്ക് വന്നിരുന്നു. ഈ IT ഇൻഡെക്സിലുള്ള ഒരു പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ആയിട്ടുള്ള കോഫോർജ് ലിമിറ്റഡ് 7570 ആണ് ഇപ്പോൾ അതിൻ്റെ കറണ്ട് പ്രൈസ്. ഇത് കഴിഞ്ഞ 6 മാസം 10.34% അപ്സൈഡ് പോയതായിട്ട് കാണാം. ഇതിൻ്റെ ഹൈ 10,027 ആണ്. സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ പി 65.7 ആണ്. 3 ഇയേഴ്സിൻ്റെ മീഡിയം പി 41.8 ആണ്. ഈ സ്റ്റോക്കും തീർച്ചയായിട്ടും ഇപ്പോൾ ഓവർ വാല്യൂഡ് സോണിലാണ് നിൽക്കുന്നത്. അടുത്ത ഒരു സെക്ടർ മെറ്റൽ സെക്ടറാണ്. ഈ മെറ്റൽ ഇൻഡെക്സിൻ്റെ ബെഞ്ച് മാർക്ക് നമ്മൾ കാണുന്നത് കഴിഞ്ഞ 6 മാസം -2.98% താഴോട്ടേക്ക് വന്നിരുന്നു. എന്നാൽ അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കായുള്ള JSW സ്റ്റീൽ 1016 എന്നുള്ള ഒരു സ്റ്റോക്ക് പ്രൈസിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇത് 6.25% കഴിഞ്ഞ 6 മാസം മുന്നോട്ടേക്ക് വന്നതായിട്ട് കാണാം. സ്റ്റോക്കിൻ്റെ PE 71.2 ആണ്. ഇപ്പോൾ 3 ഇയേഴ്സിൻ്റെ മീഡിയം PE 26.6 മാത്രമേ ഉള്ളൂ. അപ്പോൾ വലിയ തോതിൽ ഓവർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് JSW സ്റ്റീൽ കാണാൻ കഴിയുക. ഇനി മറ്റൊരു സെക്ടർ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ഫാർമ ഇൻഡെക്സ് ആണ്. ഫാർമ ഇൻഡെക്സ് കഴിഞ്ഞ 6 മാസം -8.62% താഴോട്ടേക്ക് വന്നിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കായിട്ടുള്ള ലോറസ് ലാബ്സ് 589 എന്ന പ്രൈസിലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുക. ഇത് 21.53% കഴിഞ്ഞ 6 മാസം അപ്സൈഡ് പോയതായിട്ട് കാണാം. ഇപ്പോൾ ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്ത ഈ സ്റ്റോക്ക് അതിൻ്റെ ഹൈ പ്രൈസ് നമ്മൾ കാണുന്നത് 646 ആണ്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 159 ആണ്. ഇത് വളരെ ഹൈ ആയിട്ടുള്ളൊരു PE ആണ്. 3 ഇയേഴ്സിൻ്റെ മീഡിയം PE 38 ആണ്. വലിയ തോതിൽ ഓവർ വാല്യൂഡ് ആയിട്ട് നമുക്ക് ഈ ലോറസ് ലാബ്സും കാണാൻ കഴിയുക. അടുത്തൊരു ഇൻഡെക്സ് നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് ആണ്. ഹോസ്പിറ്റൽസും മറ്റ് ഡയഗ്നോസ്റ്റിക് കമ്പനികളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു ഇൻഡെക്സിൽ കഴിഞ്ഞ 6 മാസം -7% ഒരു ഡൗൺ ആണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നമുക്ക്
കാണുന്ന നാരായണ ഹൃദയാലയ എന്ന് പറയുന്ന സ്റ്റോക്ക് 26% അപ്സൈഡ് പോയതായിട്ട് കാണാം കഴിഞ്ഞ 6 മാസം. ഇപ്പോൾ അതിന്റെ കറണ്ട് പ്രൈസ് 1616 ആണ്. 1692 അതിന്റെ ഹൈ. സ്റ്റോക്കിന്റെ പി ഇപ്പോൾ 42 ആണ്. 3 ഇയേഴ്സിന്റെ മീഡിയൻ പി 33 ആണ്. ഈ സ്റ്റോക്ക് ഇപ്പോൾ ഓവർ വാല്യൂഡ് സോണിലേക്ക് പോയിരിക്കുകയാണ്. അടുത്തത് റിയാലിറ്റി ഇൻഡെക്സ് ആണ്. ഇത് 22% താഴോട്ടേക്ക് പോയ ഇൻഡെക്സ് ആണ്. എന്നാൽ അതിൽ ഗണേഷ് ഹൗസിംഗ് കോർപ്പറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 1023 എന്ന പ്രൈസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് 26% ഒരു അപ്സൈഡ് പോയതായിട്ട് കാണാം. അപ്പോൾ റിയാലിറ്റി ഇൻഡെക്സിനെ ബീറ്റ് ചെയ്ത, അതിനെ ഔട്ട് പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കാണ് ഗണേഷ് ഹൗസിംഗ്. 1485 എന്നാണ് ഇതിന്റെ ഹൈ. സ്റ്റോക്കിന്റെ പി ഇപ്പോൾ 15 എന്ന ലെവലിലാണ് കാണാൻ കഴിയുക. 3 ഇയേഴ്സിന്റെ മീഡിയൻ പി 20 ആണ്. അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. അവസാനമായിട്ട് നമ്മൾ നിഫ്റ്റിയുടെ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അത് വലിയ തോതിൽ താഴോട്ടേക്ക് പോയിരുന്നു. -17% ആണ് ഡൗൺ ആയത്. എന്നാൽ ആ ഇൻഡെക്സിലുള്ള ആംബർ എൻ്റർപ്രൈസസ് 48% കഴിഞ്ഞ 6 മാസം മുന്നോട്ടേക്ക് വന്നത്. കറണ്ട് പ്രൈസ് ഇപ്പോൾ 6640 ആണ്. ഇതിൻ്റെ ഹൈ 8177 വരെ പോയിരുന്നു. സ്റ്റോക്കിൻ്റെ പി ഇപ്പോൾ 101 എന്ന ഹൈ പിയിലാണ് കാണാൻ കഴിയുക. 3 ഇയേഴ്സിന്റെ മീഡിയൻ പി 72 ആണ്. അപ്പോൾ ഈ സ്റ്റോക്കും ഓവർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ പരാമർശിച്ച സ്റ്റോക്കുകൾ ഞാൻ പറഞ്ഞതുപോലെ ഇതൊന്നും ഒരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല, പക്ഷേ നല്ല മൊമെന്റവും നല്ല പ്രതിരോധവും തീർത്ത സ്റ്റോക്കുകളാണ് കഴിഞ്ഞ 6 മാസം. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകൾ നമുക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. നല്ല ഡിപ്പിൽ നല്ല ബൈങ് ലെവലിൽ കിട്ടുകയാണെങ്കിൽ വാങ്ങാൻ തീർച്ചയായിട്ടും ആലോചിക്കാവുന്ന സ്റ്റോക്കുകളാണിത്. ഈ സ്റ്റോക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.